ഹായ്, എന്താണ് നെറ്റ്ലിങ്ക് CRA ആപ്പ്? നെറ്റ്ലിങ്ക് കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ പതിവായി കേൾക്കുന്ന ഒന്നാണ് CRA. നെറ്റ്ലിങ്കിൻ്റെ വാല്യൂഡ് കസ്റ്റമേഴ്സിന് കസ്റ്റമർ സപ്പോർട്ട് ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് CRA ആപ്പ്. CRA ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും വളരെ പെട്ടെന്ന് തന്നെ ആപ്പ് ഉപയോഗിച്ച് നെറ്റ്ലിങ്കിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് സേവനം ഈസി ആക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് CRA ആപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് എന്ന് നോക്കാം. നെറ്റ്ലിങ്ക് ONT വാങ്ങിയിട്ടുള്ള ഏതൊരു കസ്റ്റമേഴ്സിനും അവരുടെ ഡിവൈസുകളുടെ MAC ID ഉപയോഗിച്ചുകൊണ്ട് CRA ആപ്പിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ അതർ ബ്രാൻഡ് OLT ഉപയോഗിക്കുന്നവർക്കും ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ നെറ്റ്ലിങ്ക് ONTകളുടെ സർവീസ് ഉറപ്പാക്കാവുന്നതാണ്. നെറ്റ്ലിങ്ക് നൽകുന്ന സർവീസ് എല്ലാവർക്കും ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഈ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും നെറ്റ്ലിങ്ക് CRA ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നെറ്റ്ലിങ്ക് OLT എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ആയി വരുന്ന ഹോം സ്ക്രീനിൽ ന്യൂ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ OLT MAC ID എൻ്റർ ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ OLT ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വരുന്ന പേജിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു വൺ ടൈം പാസ്വേഡ് വരും. അത് ആപ്പിൽ കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ OLT ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനി അതർ ബ്രാൻഡ് OLT എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ന്യൂ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് വരുന്നതിൽ നിന്നും അതർ ബ്രാൻഡ് OLT സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിവൈസിൻ്റെ MAC ID എൻ്റർ ചെയ്യുക. ദെൻ ഗെറ്റ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. പ്രൊഡക്റ്റ് എന്താണെന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ GPON OLT ആണ് സെലക്ട് ചെയ്തത്. പിന്നെ മോഡൽ നമ്പർ കൊടുക്കുക. 2 ഇമേജ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒരെണ്ണം OLT ഫ്രണ്ട് പാനൽ ഇമേജ്, രണ്ടാമത്തേത് OLT MAC ലേബൽ ഇമേജ്. ഇമേജ് കൊടുക്കാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറ ആൻഡ് ഗാലറി ഓപ്ഷൻ വരും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇമേജ് എടുക്കാനോ അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാനോ സാധിക്കും. ഇതുപോലെ 2 ഇമേജ് സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ ടു നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയി വന്ന ഈ വിൻഡോയിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ക്ലിക്ക് കണ്ടിന്യൂ ടു നെക്സ്റ്റ് പേജ്. ഇപ്പോൾ കാണുന്നതിൽ നിങ്ങളുടെ പ്രൈമറി നമ്പർ ആഡ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ഗെറ്റ് OTP. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതൊരു വൺ ടൈം പാസ്വേഡ് ആയിരിക്കും. ദെൻ ക്ലിക്ക് ഓൺ വെരിഫൈ ആൻഡ് കണ്ടിന്യൂ. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കിട്ടും. നിങ്ങളുടെ രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ പ്രോസസ്സിലാണെന്ന്. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മെസ്സേജ് കിട്ടുന്നതായിരിക്കും. വളരെ എളുപ്പമല്ലേ CRA രജിസ്ട്രേഷൻ? എന്നാൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുമല്ലേ?